എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ സ്റ്റ്യൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബീഫ് സ്റ്റ്യൂ, മട്ടൺ സ്റ്റ്യൂ, വെജിറ്റബിൾ സ്റ്റ്യൂ പോലെ തന്നെ നല്ലൊരു അടിപൊളി കറിയാണ് ഈ ചിക്കൻ സ്റ്റ്യൂ. നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ കഴിച്ച് മടുക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് ഈ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാം. നല്ല തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സ്റ്റ്യൂ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. നമുക്കറിയാം, ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ വറ്റൽ മുളക് ഉണ്ടല്ലോ, നമ്മുടെ ചുവന്ന മുളക്, അത് ഒരെണ്ണം എടുത്തിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചിയാണ്. നമ്മളിവിടെ ഒരു ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവാള, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ടേ, ഇതേപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചിക്കനാണ്. അപ്പോൾ ഞാൻ കുറച്ച് വേപ്പിലും കുരുമുളകും ഉപ്പും ഇട്ട് ഒരു അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ സവാളിലൊക്കെ ഇട്ടിട്ട് നമുക്കൊരു 3 മിനിറ്റോളം നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ ചിക്കനിലേക്ക് പിടിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒക്കെ കളർ മാറിയിട്ടുണ്ട്. നല്ലൊരു വെള്ള കളറായി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ചിക്കൻ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് ഇതേപോലെ കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ വലുതാക്കി കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 2 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കേണ്ട എന്നുള്ളവർക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ വേവിച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് അവസാനം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലിട്ടിട്ടാണ് നന്നായിട്ടൊന്ന് ഈ ചിക്കനും ക്യാരറ്റും എല്ലാം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേപ്പിലൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അത് ആദ്യം വേണമെങ്കിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ ചിക്കനും ക്യാരറ്റും പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് ഇതിൽ കിടന്ന് വേവണം. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ നോക്കുക, ഉപ്പൊക്കെ കറക്റ്റാണോ, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് ഉപ്പ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഇപ്പം നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതായത് 1-ാം പാലാണ് ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ കട്ടി തേങ്ങാപ്പാലുണ്ടല്ലോ, അതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് 1 കപ്പോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്നും തിളയ്ക്കാൻ പാടുള്ളൂ, നന്നായിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ചെറിയൊരു തള വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ തിളപ്പിക്കരുത്, അപ്പോൾ നമ്മുടെ കറി പിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതിന് മുകളിലേക്കായിട്ട് കുറച്ച് കറിവേപ്പിലും അതേപോലെ തന്നെ നമ്മുടെ മല്ലിയിലയും അതേപോലെ
പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ വെക്കുമ്പോൾ നമ്മുടെ സ്റ്റ്യൂ നന്നായിട്ട് കുറുകി വരും. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി സ്റ്റ്യൂ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ ബ്രെഡിൻ്റെ കൂടെയോ അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പത്തിരി അങ്ങനെ വേണ്ട എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. താങ്ക്